അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂർവികരിൽ അള്ളാഹുവിൻ്റെ നടപടി വന്നു കഴിഞ്ഞിട്ടും അവർ അതിൽ വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ച വിഡ്ഢികൾ മറ്റു പ്രവാചകന്മാരോടും വ്യത്യസ്തമായല്ല പെരുമാറിയത്. ഏത് പ്രവാചകന്മാർ വന്നാലും പരിഹസിച്ച് തള്ളുക എന്നതായിരുന്നു അവരുടെ നടപടിക്രമം. അതുതന്നെയാണ് ഇവരും പിന്തുടരുന്നത്. കടുത്ത അഹങ്കാരം, കടുത്ത ധിക്കാരം. ഇതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ വിളിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഭാരമായി തോന്നി. അള്ളാഹുവിനെ വഴിപ്പെടുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതിനൊന്നും അവർ തയ്യാറല്ലായിരുന്നു. അവരുടെ ദുഷിച്ച മതരൂപങ്ങൾ ഉപേക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് അവർക്ക് സ്വീകാര്യമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാനും അവിടുത്തെ അനുസരിക്കാനും പിൻപറ്റാനും അനുയായികൾ ബാധ്യസ്ഥരാണ്. ഇതും അവർക്ക് പ്രയാസമായി. പ്രവാചകന്മാരിൽ അധിക പേരും ദരിദ്രരും പാവങ്ങളുമായിരുന്നു. അവർക്ക് സഹായികളോ സുഹൃത്തുക്കളോ വളരെ കുറവായിരുന്നു. ഇത്തരം ആളുകൾക്ക് സേവനം ചെയ്യാനും അവരെ പിൻപറ്റുവാനും ധനാഢ്യന്മാർ മടിച്ചു. അള്ളാഹു അവരെ കൈവിടുകയും അവരുടെ ഹൃദയത്തിൽ അവിശ്വാസത്തിൻ്റെയും അജ്ഞതയുടെയും ഹേതുക്കൾ ജനിപ്പിക്കുകയും ചെയ്തു. ഇതാണ് പ്രവാചകന്മാരെ തള്ളാനുള്ള അടിസ്ഥാന കാരണം. ഇവിടെ കഴിഞ്ഞുപോയ പൂർവികരുടെ ചര്യ അവർ ഉന്മൂലനാശത്തിന് വിധേയരാവുക എന്നതായിരുന്നു. മക്ക നിവാസികൾക്കുള്ള ഒരു താക്കീതാണ് ഇത്. പൂർവികരിൽ കഴിഞ്ഞുപോയ അള്ളാഹുവിൻ്റെ ചര്യ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ അവിശ്വാസവും ദുർമാർഗ ചിന്തയും കടത്തിവിടുക എന്നതായിരുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.